والحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ما يبدل القول لدي وما أنا بظلام للعبيد. അപ്പോൾ സൂറത്തു ഖാഫിലുള്ള 29ാമത്തെ സൂക്തം അതാണ് മാ യുബദ്ദലുൽ ഖൗലു ലദൈ വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്. ഇത് പറയുന്ന സാഹചര്യം തൊട്ടു മുമ്പത്തെ ആയത്തുകളിൽ നമ്മൾ കേട്ടതാണ്. മറ്റേ സാക്ഷി, അതുപോലെ തന്നെ ഖരീന് പറയാണ് മാ തഗൈതുഹു വലാകിൻ കാന ഫീ ളലാലിൻ ബഈദ്. ജിന്ന് അല്ലെങ്കിൽ പിശാചുക്കളിൽ പെട്ടിട്ടുള്ള ഒരു ഖരീൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു. ആ ഖരീൻ അള്ളാന്റെ വിധി വരുന്ന സമയത്ത് കൈ കഴുകുന്ന എനിക്ക് അവനുമേൽ യാതൊരു തരത്തിലുള്ള സ്വാധീനമോ അല്ലെങ്കിൽ നിയന്ത്രണാധികാരമോ ഉണ്ടായിരുന്നില്ല. വലാകിൻ കാന ഫീ ളലാലിൻ ബഈദ്. അവൻ പഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവന്റെ സ്വന്തമായ തീരുമാനത്തിന്റെയും തെരഞ്ഞെടുപ്പിന്റെയും അടിസ്ഥാനത്തിലാണ് അവൻ പഴിച്ചു പോയത്. എനിക്ക് അവന്റെ മേല് ഒരധികാരമോ അല്ലെങ്കിൽ ഒരു നിയന്ത്രണമോ ഉണ്ടായിരുന്നില്ല. അവൻ പഴിച്ചു പോയത് അവന്റെ സ്വന്തം നിലയിൽ അവന്റെ തീരുമാനം അവന്റെ തെരഞ്ഞെടുപ്പ് അനുസരിച്ചാണ് എന്നാണ് അവിടെ വെച്ചിട്ട് പിശാച് പറയുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടിയായിട്ടാണ് പറയുന്നത് ലാ തഖ്തസ്മു ലദയ്യ വഖദ് ഖദ്ദംതു ഇലൈക്കും ബിൽ വഈദ്. ഇനി ഇവിടെ വെച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും കിട്ടാനില്ല. എന്റെ അടുക്കൽ നിങ്ങളുടെ ഈ തർക്കം അത് ആവശ്യമല്ല. കാരണം വഖദ് ഖദ്ദംതു ഇലൈക്കും ബിൽ വഈദ്, ആ വാവ് ഹാരിയാണ്. ഞാൻ നിങ്ങൾക്ക് വഈദ്, എന്റെ ഭീഷണികൾ, എന്റെ താക്കീതുകൾ, എന്റെ മുന്നറിയിപ്പുകൾ മുൻകൂട്ടി തന്നെ നിങ്ങൾക്ക് ഞാൻ നൽകിയതാണ്. പിന്നെ അതിനുശേഷം നിങ്ങൾ ഇനി ആരാണ് പഴിപ്പിച്ചത്, എങ്ങനെയാണ് പഴിച്ചത് എന്ന് നിങ്ങൾ പരസ്പരം തർക്കിച്ചത് കൊണ്ട് ഇവിടെ ഒരു ഗുണവും കിട്ടാനുമില്ല. അത് പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് മാ യുബദ്ദലുൽ ഖൗലു ലദൈ. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഇനി ഒരു മാറ്റവും സംഭവിക്കൂല. അതാണ് മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ. മാ എന്നുള്ളത് നഫീനുള്ളതാണ്. മാ എന്നുള്ളത് നഫീനുള്ളതാണ്. സാധാരണ അധികവും മാ വരുന്നത് മാളിയിലാണ് വരിക, നഫീൻ ഉദ്ദേശിച്ചിട്ട് വരുമ്പോ. അല്ലെങ്കിൽ മറ്റ് ഇസ്മിയായ ജുംലകളിലും മാ നഫീന് വേണ്ടി വരും. ക്രിയകളിൽ അത് വരുന്നത് അധികവും മാളിയിലാണ്. അപൂർവം ചില സന്ദർഭങ്ങളിൽ ഇതുപോലെ മുദാരിഇനെ നഫി ചെയ്യാൻ വേണ്ടിയിട്ടും മാ ഉപയോഗിക്കും. ഇങ്ങനെയാണ് ഉള്ളത്. മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ, മാ യുബദ്ദലു, മാറ്റപ്പെടുകയില്ല.
അവിടെ അമ്മ നഫീന്റെ അർത്ഥത്തിലാണ് ലാ യുബദ്ദലു. അങ്ങനെ അപൂർവമായിട്ട് ചില സന്ദർഭങ്ങൾ നമുക്ക് കാണാൻ പറ്റും മുളാരിനെ നഫി ചെയ്യാൻ വേണ്ടിയിട്ട് മാ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഇവിടെ ഉപയോഗിച്ചതാണ് മാ യുബദ്ദലു, മാറ്റപ്പെടൂല. അൽ ഖൗലു, വാക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വചനത്തെ കുറിച്ച് തന്നെയാണ് ഇവിടെ അൽ ഖൗലു എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്റെ വചനം, അവിടെ ഖൗല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖൗലുല്ലാഹി അസ്സ വജൽ. ലദയ്യ, എന്റെ അടുക്കൽ വചനം മാറ്റപ്പെടില്ല എന്ന് വെച്ചാൽ ലാ യുംകിനു. അതിന്റെ തഫ്സീർ സഅദി പറയുന്നത് ഐ അഥവാ ലാ യുംകിനു, സാധ്യല്ല, അൻ യുഖ്ലിഫ് മാ ഖാലഹു അല്ലാഹ് വ അഖ്ബറ ബിഹി, അള്ളാഹു പറഞ്ഞിട്ടുള്ള കാര്യത്തെ അവൻ ലംഘിക്കുക എന്നുള്ളത്. അഖ്ലഫ യുഖ്ലിഫു, ലംഘിക്കുന്നതിനാണ് പറയാ. ഒരു കാര്യം പറഞ്ഞത് പൂർത്തീകരിക്കാതെ അത് ലംഘിക്കുന്നതിനാണ് അഖ്ലഫ എന്ന് പറയാം. അത് മുനാഫിഖിന്റെ ലക്ഷ്യം പറയുന്ന ഹദീസിലൊക്കെ നമുക്ക് അറിയാവുന്ന വാക്കാണ്. ആയത്തുൽ മുനാഫിഖി സലാസുൻ ഇദാ ഹദ്ദസ കദബ് വഇദാ വഅദ അഖ്ലഫ്. അവൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അത് ലംഘിക്കും എന്ന് പറഞ്ഞു. അവിടെ ഈ വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതാണ് ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. ഖുർആനിലെ നിരവധി സ്ഥലങ്ങളിൽ ഇതേ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അള്ളാഹു അവന്റെ വാഗ്ദാനങ്ങൾ ലംഘിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ലാ യുംകിൻ, സാധ്യല്ല, അതവിടെ നടക്കാൻ പോകുന്ന കാര്യമല്ല, ഇനി അവിടെ നടക്കാൻ പോകുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ലാ യുംകിൻ എന്ന് പറഞ്ഞത്. അംകന യുംകിൻ എന്ന് പറഞ്ഞാൽ സാധിച്ചു എന്നാണ്. കാര്യങ്ങളെ മുംകിൻ, വാജിബ്, മുസ്തഹീൽ ഇങ്ങനെ മൂന്നായിട്ട് തിരിക്കും. വാജിബ് എന്ന് പറഞ്ഞാൽ ഏത് പരിതസ്ഥിതിയിലും അത് ഉണ്ടായിരിക്കണം, അത് ഉണ്ടായേ പറ്റൂ, അങ്ങനെയുള്ള കാര്യങ്ങൾ. മുംകിൻ എന്ന് പറഞ്ഞാൽ സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. മുസ്തഹീൽ, ഒരിക്കലും നടക്കാൻ കഴിയാത്ത കാര്യങ്ങൾ അവിടെ മുംകിൻ എന്ന് പറയും. അപ്പോ സാധാരണ നമ്മളത് ഉപയോഗത്തിൽ മുംകിൻ എന്ന് പറഞ്ഞാൽ ആ സാധ്യാണോ പോസിബിൾ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കും. ഇവിടെ ലാ യുംകിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിന് യാതൊരു സാധുതയും ഇല്ല എന്നാണ്. ഏതിന്? ആ യുംകിനു എന്നതിന്റെ ഫാളില് ഇനി പറയുന്ന ജുംലയാണ് അള്ളാഹു ഇഖ്ലാഫ് ചെയ്യാന്നുള്ളത്, അള്ളാഹു ലംഘിക്കുക എന്നുള്ളത്. മാ ഖാലഹു, എന്താണ് അള്ളാഹ് ലംഘിക്കുന്നത്? അവൻ തന്നെ പറഞ്ഞിട്ടുള്ള അവന്റെ വചനത്തെ അവൻ ലംഘിക്കുക എന്നുള്ളത്. വ അഖ്ബറ ബിഹി, അവൻ അറിയിച്ചിട്ടുള്ളതുമായ കാര്യം. അവൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? അവൻ പറഞ്ഞിട്ടും അറിയിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ആരെങ്കിലും ഒരു ചെറിയൊരു കാരുറുമ്പിന്റെ തൂക്കത്തിൽ നന്മ ചെയ്താൽ അത് പാഴാവൂല. ആ നന്മ അള്ളാഹു അതിന് പ്രതിഫലം നൽകാതെ വിടില്ല. അതുപോലെ തന്നെ അത്രയും അളവിൽ ഒരാളൊരു തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും പാഴായി പോകുന്ന പ്രശ്നമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നൽകേണ്ട ശിക്ഷ നൽകുക തന്നെ ചെയ്യും. ഇതാണ് അള്ളാഹുവിന്റെ വചനം. ആ വചനം ഒരിക്കലും ഇനി അള്ളാഹു അത് ലംഘിക്കുക, അള്ളാഹ് അറിയിച്ചിട്ടുള്ള കാര്യം അവൻ ലംഘിക്കുക എന്നുള്ളത് അതിന് ഇവിടെ സാധുതയില്ല. കാരണം ലിഅന്നഹു, എന്തുകൊണ്ടെന്നാൽ ലിഅന്നഹു ലാ അസ്ദഖ മിനല്ലാഹി ഖീല. ലാ അസ്ദഖ, അവിടെ നസ്ബ് കൊടുത്തു വായിക്കുക, അങ്ങനെയാണ്. അത് ലാ അസ്ദഖ, സിദ്ഖുള്ളവനായിട്ട് ആരുമില്ല. സിദ്ഖിന്റെ കാര്യത്തിൽ അള്ളാഹുവിനേക്കാൾ അസ്ദഖായിട്ട് ഒരാളുമില്ല. മിനല്ലാ, അള്ളാഹുവിനേക്കാൾ സിദ്ഖുള്ള ഏത് കാര്യത്തിൽ? ഖീല, പറയുന്ന കാര്യത്തിൽ. ഖീല് വചനം, ഖീല് വചനത്തിന് പറയും. ഖൗല് എന്നതിന് ഖീല് എന്ന് പറയും. അറബിയിൽ അങ്ങനെ ഒന്നുണ്ട്. ഖീൽ എന്ന് പറയും, ചിലപ്പോ ഖാൽ എന്ന് പറയും. ഖാല എന്ന ക്രിയ അല്ലാതെ തന്നെ അൽ ഖാലു വൽ ഖീലു അങ്ങനെ പ്രയോഗമുണ്ട്. അൽ ഖീലു വൽ ഖാലു, അതൊക്കെ വാക്കുകൾ, വചനങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന അർത്ഥത്തിലാണ്. അള്ളാഹുവിനേക്കാൾ സത്യസന്ധമായി ഒരു വചനം പറയുന്ന ആരുമേ ഇല്ല. ലാ അസ്ദഖ, അതുകൊണ്ട് നസ്ബ് ചെയ്തിട്ട് വായിക്കണം. ലാ അസ്ദഖ മിനല്ലാഹി ഖീല. അള്ളാഹുവിനേക്കാൾ സത്യസന്ധമായി പറയുന്ന ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിന് സത്യസന്ധത പുലർത്തുന്ന ഒരാൾ വേറെ ഇല്ല. ലാ അസ്ദഖ മിനല്ലാഹി ഖീല, അള്ളാഹുവിനേക്കാൾ സത്യസന്ധമായ, അത് അള്ളാഹ് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ള വമൻ അഹ്സനു മിനല്ലാഹി ഖീല,
വമൻ ഹസനു മിനല്ലാഹി ഹദീസ, ഇതൊക്കെ ഖുർആനിൽ തന്നെ വന്നിട്ടുള്ളതാണ്. വലാ അസ്ദഖ ഹദീസ, അവനെക്കാളും അള്ളാഹുവിനെക്കാളും ഹദീസ് പറഞ്ഞ സംസാരം, അവന്റെ വാക്ക്, ആ സംസാരം അതിനേക്കാൾ സത്യസന്ധമായിട്ടുള്ള ഒരാളില്ല. അപ്പൊ അള്ളാഹ് പറയുന്നത് അത് തീർത്തും സത്യമായിരിക്കും, അതിലൊരു പൊളി ഉണ്ടായിരിക്കില്ല, അതിൽ ഒരു ലംഘനം ഉണ്ടായിരിക്കില്ല. അവനേക്കാൾ സത്യസന്ധമായി വാക്ക് പറയുന്ന, ഹദീസ് പറയുന്ന മറ്റാരുമേ ഇല്ല. അതുകൊണ്ട് ഇനി ഇവിടെ അള്ളാന്റെ വാക്ക് മാറ്റൂല, നിങ്ങളിവിടെ തർക്കിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതാണ് മായുബദ്ദലുൽ ഖൗലു ലദൈ. വമാ ലദയ്യ, ലദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് എന്നാണ്, അതൊരു ലർഫാണ്. അതിലേക്ക് യാവ് മുത്തക്കല്ലിമ ചേർത്തു. ലദ എന്ന് പറയുന്നിടത്ത് ഒരു യാവും അതുപോലെ തന്നെ യാവ് മുത്തക്കല്ലിമും കൂടി ചേർത്തപ്പോൾ അതാണ് ഇദ്ഗാം ചെയ്തിട്ട് ലദയ്യ എന്നായത്. അത് യാവ് മുത്തക്കല്ലിമിന് പകരം നൂനാണെങ്കിൽ ലദൈന എന്നാകും. ഇനി അതല്ല ഒരു പുരുഷൻ ആണെങ്കിൽ ലദൈഹി, ലദൈഹ, അങ്ങനെയൊക്കെ മാറി വരും. ലാ യുബദ്ദലുൽ ഖൗലു ലദയ്യ, എന്റെ അടുക്കൽ, അള്ളാന്റെ അടുക്കൽ ഇനി വാക്കിന് ഒരു മാറ്റമല്ല. കാരണം അള്ളാഹു എന്ന് പറഞ്ഞാൽ അസ്തഖു ഖീല വഅസ്തഖു ഹദീസ. അള്ളാഹു പറഞ്ഞ കാര്യത്തെ അവൻ ഇഖ്ലാഫ് ചെയ്യുക, ലംഘിക്കുക എന്നുള്ളത് അതിനൊരു സാധുതയുമില്ല. അതുകൊണ്ട് ഇനി നിങ്ങൾ ഇവിടെ സംസാരിച്ച് തർക്കിച്ചിരുന്നിട്ടൊരു കാര്യമല്ല. എന്താണോ അള്ളാഹ് വിധിച്ചത് അവിടെ നടപ്പിലാക്കുക എന്നല്ലാണ്ട് അതിലൊരു മാറ്റം പ്രതീക്ഷിക്കണ്ട. വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്. തുടർന്നു കൊണ്ട് അള്ളാഹ് പറയുന്നു വമാ അന, മാ നാഫിയത്ത് തന്നെയാണ്, ഞാനല്ല, ബിളല്ലാമിൻ. ഇങ്ങനെ നഫീന് വേണ്ടിയിട്ട് വരുന്ന പല അദാത്തുകളും അത് സാധാരണഗതിയിൽ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഖബറായി വരുന്നതിന്റെ മുമ്പ് ഒരു ബാഗ് ചേർത്ത് കൊടുക്കും. അത് അതിന്റെ അടയാളാണ്. ഞാനല്ല ബിളല്ലാമിൻ, ളുൽമ ചെയ്യുന്നവനേ അല്ല, ലിൽ അബീദ്, അടിയാറുകളോട്. അബീദ് അടിമ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് വാക്കും ഒരുപോലെ മനുഷ്യരെ കുറിച്ച്, അവന്റെ സൃഷ്ടികളെ കുറിച്ച് പറയാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അബ്ദ്, ഇബാദ്. അതുപോലെ തന്നെ അബ്ദ് എന്നതിന് പകരം അബീദ് എന്നും പ്രയോഗിക്കും. അബീദ്, അടിയാറുകൾ. ഞാൻ എന്റെ അടിയാറുകളോട് ഒരു തരിമ്പ് പോലും ദുൽമ ചെയ്യുന്നവനല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് പരലോകത്ത് വെച്ച് ചെയ്യാൻ പോകുന്നത് എന്ത് മാത്രാണ്? അവർക്ക് ജസാ മാത്രാണ് കൊടുക്കുക. ബൽ, മറിച്ച് അജ്സീഹിം, അവർക്ക് ഞാൻ പ്രതിഫലം നൽകുക ചെയ്യുള്ളൂ. ജസാ നൽകി, അജ്സീഹിം, അവർക്ക് ഞാൻ ജസാ നൽകും. ബിമാ അമിലു, അവർ ചെയ്തു വെച്ചതിന്റെ അടിസ്ഥാനത്തിൽ, അവർ ചെയ്തത് എന്താണോ അതനുസരിച്ചിട്ടാണ് കൊടുക്കുക. അത് മിൻ ഖൈരിൻ വശർ, അവർ ചെയ്തിട്ടുള്ളത് ഖൈറായിരിക്കും അല്ലെങ്കിൽ ഷെറായിരിക്കും. അവർ ചെയ്തു വെച്ചിട്ടുള്ള ഖൈറിന് അതിന് അനുഗുണമായിട്ടുള്ള പ്രതിഫലം നൽകും, അവർ ചെയ്തു വെച്ചിട്ടുള്ള ഷെറിന് അതിന് അനുഗുണമായിട്ടുള്ള പ്രതിഫലം നൽകും. ഫലാ യുസാദു ഫീ സയ്യിആതിഹിം, അവർ ചെയ്തിട്ടുള്ള തിന്മകളിൽ വർധനവുണ്ടാവില്ല, ചെയ്തതിന് മാത്രമേ ശിക്ഷ കൊടുക്കുള്ളൂ. അതിന് ഇരട്ടിയായിട്ട് കൊടുക്കുക എന്നുള്ള, അല്ലെങ്കിൽ അവൻ ചെയ്തു വെച്ചിട്ടുള്ള തിന്മകളിൽ ചെയ്യാത്ത കുറച്ച് തിന്മകളും കൂടി അതിലേക്ക് ചേർത്ത് അവന്റെ മേൽ ചുമത്തപ്പെടുന്ന ഒരു സ്ഥിതി ഇല്ല. ലാ യുസാദ്, വർദ്ധിപ്പിക്കപ്പെടില്ല, ഫീ സയ്യിആതിഹിം, അവരുടെ തിന്മകളിൽ. വലാ യുൻഖസു മിൻ ഹസനാതിഹിം, അവരുടെ നന്മകളിൽ ഒന്നും കുറവ് വരുത്തുകയല്ല. അവർ ചെയ്തു വെച്ചിട്ടുള്ള ഏതെങ്കിലും നന്മയുടെ പ്രതിഫലം കുറക്കുകയോ ചെയ്തു വെച്ചിട്ടുള്ള നന്മകളിൽ ഏതെങ്കിലും ചിലത് രേഖപ്പെടുത്താതെ അല്ലെങ്കിൽ കണക്കിൽ വരാതെ അത് ചുരുങ്ങിപ്പോവുകയോ ചെയ്യില്ല. മറിച്ച് നന്മകൾക്ക് പൂർണ്ണമായി കൊടുക്കും. തിന്മകളാണെങ്കിൽ ആ തിന്മകളിൽ വർദ്ധിപ്പിക്കുന്ന പ്രശ്നമല്ല, അവർ ചെയ്തതിന്റെ പ്രതിഫലം അവർ ഏറ്റുവാങ്ങേണ്ടി വരും. അതുകൊണ്ട് വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്, ഞാൻ ഒരിക്കലും എന്റെ അടിയാറുകളോട് അല്പം പോലും ദുൽമ കാണിക്കൂല. ഇതാണ് അള്ളാഹുവിന്റെ പ്രത്യേകത. ഇപ്പൊ പല സന്ദർഭത്തിലും നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പ്രശ്നമാണ്. അങ്ങനെയാണെങ്കിൽ നീതി എങ്ങനെയാണ് അവിടെ പുലരുക? അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ എന്തായിരിക്കും തീരുമാനം ഉണ്ടാവുക? അതിനൊക്കെ ഉള്ള ഒരേ ഒരു ഉത്തരമാണ് ഒരു മുഅ്മിനിന്റെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഏക ഉത്തരം. വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്, വമാ റബ്ബുക ബിളല്ലാമിൻ ലിൽ അബീദ്. നിന്റെ റബ്ബ് അവന്റെ അടിയാറുകളോട് ഒരു തരിമ്പ് പോലും ദുൽമ കാണിക്കൂല. അവർക്ക് കിട്ടേണ്ടത്, ന്യായമായും കിട്ടേണ്ടത് കിട്ടിയിരിക്കും. അവർ ചെയ്തു വെച്ചിട്ടുള്ള തിന്മകൾ അതല്ലാതെ വേറൊരു തിന്മ അവരുടെ മേൽ ചുമത്തപ്പെടുന്ന പ്രശ്നമില്ല. അവർ ചെയ്തു വെച്ചിട്ടുള്ള നന്മകൾ, ആ നന്മകളിൽ ഒന്നുപോലും
കുറഞ്ഞു പോവില്ല. അത് രേഖപ്പെടുത്താതെ വിടുകയോ അല്ലെങ്കിൽ പ്രതിഫലം കുറക്കുകയോ ചെയ്യില്ല. അതിന്റെ പ്രതിഫലത്തിൽ വർധനവുണ്ടാകും. അത് അവനവൻ ചെയ്തിട്ടുള്ള ആ നന്മയുടെ ത്യാഗത്തിനനുസരിച്ചിട്ട് അള്ളാഹു അതിന് കൂടുതൽ പ്രതിഫലം 7 ഇരട്ടിയോ അല്ലെങ്കിൽ 700 ഇരട്ടി വരെയോ അല്ലെങ്കിൽ അതിലധികമോ അള്ളാഹു നൽകുമെന്ന കാര്യം വേറെ പറയുന്നുണ്ട്. പക്ഷെ തിന്മ, അവൻ ചെയ്തു വെച്ചിട്ടുള്ള തിന്മ അള്ളാഹ് പുറത്തു കൊടുക്കുന്നത് പുറത്തു കൊടുത്തു. അത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. അതുപോലെ തന്നെ ആ തിന്മ ഒന്നും ഒഴിയില്ല, നന്മ ഒന്നും ഒഴിയില്ല. അള്ളാഹ് പുറത്തു കൊടുക്കുന്നത് പുറത്തു കൊടുക്കും. നന്മകളിൽ ഉണ്ടാകുന്ന നന്മകൾ വർധനവുണ്ടാകും. തിന്മകൾ ഒരിക്കലും തന്നെ വർദ്ധിപ്പിക്കപ്പെടൂല. നന്മ ഒന്നുപോലും ചുരുങ്ങുകയും ചെയ്യൂല. ഇതാണ് അള്ളാഹുവിന്റെ സ്വഭാവം. അതുകൊണ്ട് വമാ അന ബിളല്ലാമിൽ അബീദ്, ഏതെങ്കിലും കാര്യങ്ങളിൽ ഇപ്പോ ദഅവത്തെത്താത്ത ആളുകളുടെ കാര്യം എന്താണ്, അല്ലെങ്കിൽ ദുനിയാവിൽ വേറെ നിലക്ക് പ്രയാസം സഹിച്ച ആളുകളുടെ കാര്യം എന്താണ്, അങ്ങനെ ഒരുപാട് ആളുകളുടെ കാര്യത്തിന് നമുക്ക് ആകുലതകൾ ഉണ്ടാകും. അതെന്താകും ഇതെന്താകും, അതൊന്നും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമല്ല. സത്യത്തിൽ അതിന് നമ്മളൊരൊറ്റ ഉത്തരം മാത്രമേ, അത് അള്ളാന്റെ കാര്യമാണ്. അള്ളാഹു ഒരിക്കലും അവന്റെ അടിയാറുകളോട് ദുൽമ ചെയ്യൂല. ഇപ്പൊ മൂസാ നബി അലൈഹിസ്സലാമിനോട് ഫിറഔൻ ചോദിക്കുന്നുണ്ട്, നീ പറയുന്ന കാര്യമൊക്കെ സത്യമാണെങ്കിൽ ഒരുപാട് തലമുറകൾ നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയില്ലേ, ഈ സത്യം കേൾക്കാതെ കുറെ ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ, അവരുടെ അവസ്ഥ എന്താണ്? ഖാല വമാ ബാലുൽ ഖുറൂനിൽ ഊല, ഇതിനു മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള മുൻകാല തലമുറകളുടെ അവസ്ഥ എന്താണ്? അതിന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം കൊടുക്കുന്ന മറുപടി, ഇൽമുഹാ ഇൻദ റബ്ബി ഫി കിതാബ് ലാ യദില്ലു റബ്ബി വലാ യൻസ. അത് അവരെ കുറിച്ചുള്ള, ആ തലമുറകളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഇൽമുഹാ ഇൻദ റബ്ബി, എന്റെ റബ്ബിന്റെ അടുക്കലുണ്ട്. അത് ഫീ കിതാബ്, ഏട്ടിൽ രേഖപ്പെട്ട് കിടപ്പുണ്ട്. ലാ യദില്ലു റബ്ബി, എന്റെ റബ്ബ് അവരുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അബദ്ധം ചെയ്യില്ല, അവർ തെറ്റ് സംഭവിക്കില്ല. വലാ യൻസ, അവരുടെ കാര്യത്തിൽ എന്റെ റബ്ബ് ഒന്നും മറന്നു പോവുകയില്ല. അള്ളാഹ്ക്ക് എന്തെങ്കിലും ഒരു മറവി സംഭവിക്കുക അവരുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ വഴിതെറ്റി അല്ലെങ്കിൽ ശരിയല്ലാത്ത രൂപത്തിൽ എന്തെങ്കിലും ഒരു അന്യായം അള്ളാഹ് പ്രവർത്തിക്കുകയോ ചെയ്യൂല. വമാ റബ്ബുക ബിളല്ലാമിൽ ലിൽ അബീദ് ഇൽമുഹാ ഇൻദ റബ്ബി ഫീ കിതാബ്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ആശങ്ക വേണ്ട. കാരണം ഈ വചനങ്ങൾ വമാ അന ബിളല്ലാമിൽ ലിൽ അബീദ് പോലുള്ള, വമാ റബ്ബുക ബിളല്ലാമിൽ ലിൽ അബീദ് പോലുള്ള ആയത്തുകളിൽ വളരെ വ്യക്തമാണ്. ഓരോരുത്തർക്കും കിട്ടേണ്ടത് കിട്ടിയിരിക്കും, അത് കൊടുക്കേണ്ടത് അള്ളാഹു കൊടുത്തിരിക്കും. അതല്ലാതെ ഒരാൾ ചെയ്തിട്ടുള്ള നന്മ അതില്ലാതായി പോവുകയോ അതിന്റെ പ്രതിഫലം അള്ളാഹു ഒഴിവാക്കുകയോ ചെയ്യില്ല. ഒരാൾ ചെയ്യാത്ത തിന്മ അയാളുടെ മേൽ ചുമത്തുമല്ല. തിന്മകളിൽ ഒരുപക്ഷെ അള്ളാഹ് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ, അത് പുറത്തു കൊടുത്താൽ, മാപ്പാക്കി കൊടുത്താൽ അത് കിട്ടിയെന്ന് വരും. നന്മകൾ അത് അവൻ ചെയ്തിട്ടുള്ള അവന്റെ ത്യാഗത്തിനനുസരിച്ച് ചെയ്തതിലധികം ഇരട്ടാണ് അള്ളാഹു കൊടുക്കുന്നത്. ഇതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആയത്ത് കഴിഞ്ഞു. അതിൽ വായിക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ല, വളരെ ലളിതമാണ്. മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ വമാ അന ബിളല്ലാമിൽ ലിൽ അബീദ്. അതില് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ആ ഒരു മാന്റെ പ്രയോഗം മാത്രമാണ്. മാ എന്നുള്ളത് മുദാരിയയില് അപൂർവമായിട്ട് വരും, നഫീന് വേണ്ടി. മാ യുബദ്ദലുൽ ഖൗലു ലദയ്യ. പിന്നെ വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്, വമാ അന ബിളല്ലാമിൻ ലിൽ അബീദ്. ഇനി അടുത്തത് യൗമ നഖൂലു ലിജഹന്നമ ഹൽ ഇംതലഅതി ഫതഖൂലു വതഖൂലു ഹൽ മിൻ മസീദ്. 30-ാമത്തെ ആയത്ത്. യൗമ നഖൂലു ലിജഹന്നം ഹൽ ഇംതലഅതി വതഖൂലു ഹൽ മിൻ മസീദ്. അന്നത്തെ ഒരു പ്രത്യേകത, അവിടെയുള്ള ഒരു അഹ്വാലു യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സംഭവിക്കാനുള്ള, അവിടെ നടക്കാനിരിക്കുന്ന അവിടുത്തെ ഭീകരതകളിൽ, ഭയാനതകളിൽ പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. യൗമ് അറിയാം, ദിവസം എന്നാണ് വാക്കിന്റെ അർത്ഥം. ദിവസം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ദിവസം എന്ന് പറയുമ്പോൾ അതിന്റെ കാലയളവ് ഒന്നാണ്. പരലോകത്തെത്തുമ്പോൾ ഇന്നത്തെ സമയവ്യവസ്ഥ അതില്ല, അത് മാറി വേറെ ഒരു സമയവ്യവസ്ഥ നിലവിൽ വരും. അതുകൊണ്ട് തന്നെ അവിടുത്തെ സമയവ്യവസ്ഥ വ്യത്യസ്തമായിരിക്കും. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, 50,000 വർഷം. മിമ്മാ തഅുദ്ദൂൻ, നിങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുന്ന 1000 വർഷങ്ങൾ അല്ലെങ്കിൽ 50,000 വർഷങ്ങൾ എന്നൊക്കെ, അത്രയുമൊക്കെ ദൈർഘ്യമുള്ള യൗമുകളാണ് അവിടെ ഉണ്ടാവുക. അപ്പൊ യൗമ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ സമയത്തെക്കുറിച്ച്, നമ്മൾ ജീവിക്കുന്ന ഇത് കാലഘട്ടത്തനുസരിച്ച്, ഇവിടുത്തെ സമയവ്യവസ്ഥ അനുസരിച്ച് 24 മണിക്കൂർ അതിന്റെ ദൈർഘ്യം എത്രയാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. രാത്രിയായിട്ടും പകലായിട്ടും
24 മണിക്കൂർ സമയമാണുള്ളത്. പക്ഷെ അത് കണക്കാക്കണ്ട. ഇത് ഇവിടെ ഈ ദുനിയാവ് നിലനിൽക്കുന്ന കാലം അത്രയാണ്. മറിച്ച് ദുനിയാവ് ആകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം തകർക്കുന്ന, എല്ലാം നശിപ്പിക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർള് വസ്സമാവാത്ത്. അന്ന് ഇന്ന് കാണുന്ന ഭൂമിയല്ല, വേറെ ഒരു ലോകമാണ് അവിടെ പിന്നീട് ഖിയാമത്ത് നാളോട് കൂടി നിലവിൽ വരുന്നത്. ആകാശങ്ങളും ഇന്ന് നിലനിൽക്കുന്ന രൂപത്തിലല്ല നിലനിൽക്കുക. അവയെല്ലാം തകർന്ന് വീണു പോകും. അത് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ആകാശങ്ങൾ മാറും, ഭൂമി മാറും. ഇന്നുള്ള ഭൂമിയല്ല, ഇന്നുള്ള ആകാശമല്ല, മറ്റൊന്നാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവിടുത്തെ സമയവ്യവസ്ഥയിലും മാറ്റം ഉണ്ടാവും. ഇവിടെ നമ്മൾ ഉണ്ടെന്ന 24 മണിക്കൂറുള്ള ഒരു ദിവസമായിരിക്കൂല. മറിച്ച് അന്നത്തെ ദിവസം അതിന്റെ കണക്ക് വ്യത്യസ്തമായി വിവിധ സ്കെയിലുകളിൽ അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരിടത്ത് അൽഫസനത്തി മിമ്മാ തഅുദ്ദൂൻ, അൽഫുസന 1000 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു സന്ദർഭത്തിൽ 50 അൽഫസന 50,000 വർഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സമയത്തിന്റെ അളവുകളായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക അന്ന്, അഥവാ യൗമുൽ ഖിയാമ. ആ യൗമുൽ ഖിയാമയിൽ നഖൂലു ലി ജഹന്നം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പറയും, നഖൂലു നാം പറയും. ആരോടാണ് അല്ലാഹ് പറയുന്നത്? ലി ജഹന്നം, ജഹന്നമിനോടാണ് പറയാ, നരകത്തോട് പറയും. ഹലിം തലഇത്തി, ഒരു ചോദ്യാണ്. ഹലിം തലഇത്തി, നീ നിനക്ക് നിറഞ്ഞുവോ എന്ന് ചോദിക്കുകയാണ് ചെയ്യുക. മല എന്ന് പറഞ്ഞാൽ നിറച്ചു എന്നാണ്. മല അല്ലാഹു ബുയൂതഹും വ ഖുബൂറഹും നാറ. മല യംലഉ എന്ന് പറഞ്ഞാൽ നിറച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ർ നമസ്കാരം വൈകിയ സന്ദർഭത്തിൽ അവർക്കെതിരിൽ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ആ പ്രാർത്ഥനയിൽ മല അല്ലാഹു, അല്ലാഹു നിറക്കട്ടെ, നിറഞ്ഞു എന്നല്ല നിറച്ചു, അത് മുത്താദ്ദിയാണ്. അവരുടെ വീടുകളും അവരുടെ ഖബറുകളും അല്ലാഹു തീ കൊണ്ട് നിറക്കട്ടെ, മല അല്ലാഹ്. അതിനെ നമ്മൾ ലാസിമാക്കണമെങ്കിൽ അതിനെ ഇഫ്താല വസനിലേക്ക് മാറ്റും. ഇംതല, ഇഫ്താല വസനിലേക്ക്. അപ്പൊ നിറച്ചു എന്നല്ല, അപ്പൊ നിറഞ്ഞു എന്നാണ് അർത്ഥം വരെ. അപ്പൊ ഇംതല ഇത്ത എന്ന് പറഞ്ഞാൽ നിനക്ക് നിറഞ്ഞുവോ. ജഹന്നം അത് മുഅന്നസായിട്ടാണ് പ്രയോഗിക്കുക. അതുകൊണ്ടാണ് ഹലിം തല ഇത്തി, ഇംതല ഇത്ത എന്ന് പറയുമ്പോൾ അത് മുദക്കറായിരിക്കും. ഇംതല ഇത്തി എന്ന് പറയുമ്പോൾ അത് മുഅന്നസായിരിക്കും. മുഅന്നസാക്കാൻ കാരണം ജഹന്നമിന് എപ്പോഴും സമാഴിയായ മുഅന്നസാണ്, അതിനെപ്പോഴും മുഅന്നസായിട്ടാണ് പ്രയോഗിക്കാറുള്ളത്. ഹലിം തല ഇത്തി, നിനക്ക് നിറഞ്ഞോ. അപ്പൊ തഖൂൽ, അത് പറയും, അഥവാ ജഹന്നം പറയും. ജഹന്നം മുഅന്നസായത് കൊണ്ടാണ് യഖൂലു എന്നതിന് പകരം തഖൂലു എന്ന് വന്നത്. അത് ഏത് രൂപത്തിലുള്ള മുഅന്നസാണ്? മുഅന്നസ് ഹഖീഖി ഉണ്ട്, മജാസി ഉണ്ട്, സമാഇ ഉണ്ട്. സമാഇയായ മുഅന്നസാണ്. അങ്ങനെയാണ് അതിനെക്കുറിച്ച് മുഅന്നസായിട്ടാണ് അത് ഉപയോഗത്തിലുള്ളത്. അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ നരകം പറയും ഹൽ മിൻ മസീദ്, ഇനിയും കൂടുതൽ എന്തെങ്കിലും തരാനുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ആ നരകത്തിന്റെ ഒരു ഭയാനകത നിങ്ങൾ നോക്കും. നരകത്തെ വർണ്ണിച്ചിട്ടുള്ള ഒരുപാട് ആയാത്തുകൾ, ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. ആ നരകത്തെ സംബന്ധിച്ച് എന്തിനേറെ പറയണ്? അതിലെ ചൂട് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അവിടുത്തെ ആ ഭയാനകമായ അവസ്ഥ മനസ്സിലാക്കാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് വഖൂദുഹന്നാസു വൽ ഹിജാറ, വഖൂദുഹന്നാസു വൽ ഹിജാറ. അതിന് ഇന്ധനമായി നൽകുന്നത് ഒന്ന് കല്ലാണ്. നമ്മൾ ആരെങ്കിലും ഇവിടെ കത്തിക്കാൻ വേണ്ടിയിട്ട് കല്ല് ഉപയോഗിക്കുന്നുണ്ടോ? ഇല്ല. അവിടെ നരകം കത്തിക്കാൻ വേണ്ടി അതിന് ഇന്ധനമായിട്ട് അതിലേക്ക് കത്തിക്കാൻ അള്ളാഹു കൊടുക്കുന്നത് കല്ലുകളാണ്, ഹിജാറത്താണ്, വലിയ പാറകളാണ്. പിന്നെ അതിൽ കത്തിക്കുന്നത് പച്ചയായ മനുഷ്യനെയാണ്. അൻഫുസക്കും വഅഹ്ലീകും നാറ വഖൂദുഹന്നാസു വൽ ഹിജാറ. പിന്നെ ആ നരകത്തിന്റെ അവസ്ഥ പറഞ്ഞത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. ഈ ഭൂമിയിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും കടുത്ത ചൂടിനെ കുറിച്ച്, ആ ചൂട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉഷ്ണകാലത്തെ അത്യുഗ്രമായിട്ടുള്ള ആ ഉഷ്ണത്തെ സംബന്ധിച്ച് പറഞ്ഞു. അത് മിൻ ഫൈഹി ജഹന്നം, ജഹന്നമിൽ നിന്ന് വമിക്കുന്ന അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ശ്വാസാണ്. അള്ളാഹു ജഹന്നമിന് 2 തരം ജഹന്നമുണ്ട്. ഒന്ന് കൊടും ചൂട് അനുഭവപ്പെടുന്ന ഒരു ഭാഗമുണ്ട്,
കൊടും ശൈത്യം, തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു ഭാഗമുണ്ട്. ചൂട് പോലെ തന്നെ പ്രയാസകരമാണ് തണുപ്പ്. അതുകൊണ്ട് തന്നെ വർഷത്തിൽ നരകത്തിന് 2 നിശ്വാസങ്ങൾ അള്ളാഹു അനുവദിക്കും. ഒന്ന്, ഏറ്റവും കടുത്തൊരു ചൂട് നമുക്ക് അനുഭവപ്പെടുന്നത് ആ നരകത്തിന്റെ നിശ്വാസമാണ് എന്നും, ഏറ്റവും വലിയ തണുപ്പ് അനുഭവപ്പെടുന്നത് അതുപോലെ തന്നെ ജംഹരീറിൽ നിന്നുള്ള നിശ്വാസമാണ് എന്നും ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിട്ടുവീഴ്ച പോലും, അങ്ങനെ കൊടും ചൂട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഅബ്രിദു ബിസ്വലാ, നിങ്ങൾക്ക് നിസ്കാരം വേണമെങ്കിൽ ളുഹർ മധ്യാഹ്നത്തിൽ നമ്മൾ നിർവഹിക്കുന്ന ളുഹറിനെ അല്പം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്, ശമിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നിങ്ങൾക്ക് വൈകിക്കാം, ഒരു കുഴപ്പമില്ല. എന്നല്ല ആ നരകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചൂട് ഒരിക്കലും നമുക്ക് പറയാനേ കഴിയില്ല. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന തീ അത് എത്രയോ തവണ ലഘൂകരിച്ചിട്ടുള്ള ഒരു തീ മാത്രമാണ്. അതിന്റെ കോപ്പി പോലും അല്ല, കോപ്പിന്റെ എത്രയോ തവണ ലഘൂകരിച്ചിട്ടുള്ളതാണ്. നരകത്തിന്റെ ചൂട് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും എത്രയോ കൂടുതലുള്ളതാണ്. അത് നരകത്തിലെ ഒരു കാലുകൊണ്ട് ഒരു ചവിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദിമാഗ് അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറ് അത് തിളച്ച് ശരിക്കണ്ട് ഉരുകിയിട്ട് തിളച്ച് മറിയും. അത്രയും വലിയ ചൂടാണ്. ആ നരകത്തിന്റെ ഒരു പ്രത്യേകത, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ. അവിടെ ഉണ്ട്, ഞാൻ നിനക്ക് നിറച്ച് തരും. തീർച്ചയായും ഞാൻ നിറച്ചു തരിക തന്നെ. ജഹന്നമിന് ഞാൻ നിറച്ചു കൊടുക്കും. ആരാണ്? മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ, ജിന്നുകളിൽ നിന്നും അതുപോലെ തന്നെ മനുഷ്യരിൽ നിന്നും ഒന്നടങ്കം. ജിന്നുകളില് വളരെ കുറച്ചു പേരേ ഉള്ളൂ. മനുഷ്യരിൽ നിന്ന് തന്നെ നരകത്തിലേക്ക് പോകാനുള്ളത് എത്രയെന്നുള്ളത് പ്രസിദ്ധമായ ഹദീസിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ആദമിനോട് അള്ളാഹു പറയും, അർസിൽ ബഅസക ഇലന്നാർ, നരകത്തിലേക്കുള്ള സംഘത്തെ അയക്കുന്ന് പറയും. ഖാല വമാ ബഅസുന്നാർ, നരകത്തിലേക്കുള്ള സംഘം എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അവിടെ അള്ളാഹു പറയുന്നുണ്ട്, മിൻ കുല്ലി അൽഫിൻ, ഓരോ 1000-ൽ നിന്നും 999 പേര്. 1000 ആളുകളിൽ ഒരാൾ ഒഴിഞ്ഞ് ബാക്കി 999 നരകത്തിലേക്ക് പോകാനുള്ളതാണ്. സുല്ലത്തും മിനൽ അവ്വലീന വഖലീലും മിനൽ ആഖിരീൻ, പൂർവികരിൽ നിന്ന് ഒരു ചെറിയ കക്ഷികൾ, അതുപോലെ തന്നെ പിൻഗാമികളിൽ നിന്ന് അതിനേക്കാളും ചെറിയ ഒരു ന്യൂനപക്ഷം അവരെ സ്വർഗത്തിലേക്ക് പോകാനുണ്ടാവുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നരകത്തിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നരകത്തിന് നിറച്ചു കൊടുക്കുന്നു പറഞ്ഞാൽ, ഈ മനുഷ്യരെ കൊണ്ട് നരകത്തിനുണ്ട് നിറച്ചു കൊടുത്താൽ നരകത്തിന് നിന്നാലും കലി തീരൂല, നരകത്തിന് നിന്നാലും അതിന്റെ കൊതി തീരൂല. ഇനിയുണ്ടോ എന്ന് നരകം ഇങ്ങനെ പിളർന്നിട്ട് ചോദിക്കുകയാണ് ചെയ്യുക. അതിനെ കുറിച്ചാണ് പറയുന്നത്. യഖൂലു യൗമ നഖൂലു ലി ജഹന്നം, അന്ന് അന്ത്യനാളിൽ ജഹന്നമിനോട് നാം പറയും, ഹലിം തലഅത്തി, ഓരോ സംഘമായിട്ട് ആളുകളെ അതിലേക്ക് കൊണ്ടുപോയിട്ട് തള്ളുന്ന സമയത്ത് അങ്ങനെയാണല്ലോ. മിൻകുല്ലി ഫൗജ്, എല്ലാ വിഭാഗത്തിൽ നിന്നും, അത് ഓരോ നബിയുടെ കാലത്ത് നിന്നും, ഓരോ കാലഘട്ടത്തിൽപ്പെട്ടവരും, ഓരോ ജനവിഭാഗത്തിൽപ്പെട്ടവരും, ഓരോ ഭൂപ്രദേശത്തിൽപ്പെട്ടവരും, ആളുകളിൽ നിന്ന് സംഘമായിട്ട് നരകത്തിലേക്ക് അള്ളാഹു ആളുകളെ അങ്ങോട്ട്. ആ സമയത്ത് അതിന് തഗയ്യുളൻ സഫീറ, അതിനൊരു നരകം അതിന്റെ ആ ക്രോധഭാവം, അതിന്റെ ആ ക്രുദ്ധമായ ഭാവം അത് പ്രകടിപ്പിക്കുന്നാണ് പറയുന്നത്. അവിടെ ഒരു വല്ലാത്ത തരത്തിലുള്ള ഒരു ഊർദ്ധശ്വാസവും നിലവിളിയുമാണ് അവിടുന്ന് കേൾക്കുക. അങ്ങനെ അള്ളാഹ് ആ നരകത്തോട് ചോദിക്കാണ്, ഹലിം തലയെത്തി, നിറഞ്ഞോ നിനക്ക്? ഹലിം തലയെത്തി, നിനക്ക് നിറഞ്ഞുവോ എന്ന് നരകത്തോട് ചോദിക്കുന്നു. വതഖൂലു ഹൽ മിൻ മസീദ്, അപ്പൊ നരകത്തിന് നിറയുന്നില്ല. അത് ചോദിക്കുന്നത് ഇനിയുണ്ടോ എന്നാണ്. അത് കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
അതിവിടെ വിശദീകരിക്കുന്നുണ്ട്. ഗളബൻ ലിറബ്ബിഹ, തന്റെ റബ്ബിന് വേണ്ടി ആ നരകത്തെ പടച്ച തന്റെ റബ്ബുണ്ടല്ലോ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ് നരകം അവിടെ ആ കോപം അല്ലെങ്കിൽ ആ ക്രോധം പ്രകടിപ്പിക്കുന്നത്. അള്ളാഹ് ഇങ്ങനെയൊക്കെ സൃഷ്ടിച്ച് ഇങ്ങനെയൊക്കെ അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്ത് ഇത്രത്തോളം താക്കീത് നൽകിയിട്ട് ഇത്രത്തോളമൊക്കെ നബിമാരെ പറഞ്ഞയച്ചു കൊടുത്തിട്ട് ഏതെല്ലാം രൂപത്തിൽ വിളിച്ചിട്ടും അത് സ്വീകരിക്കാത്ത ആളുകൾ, അവരെ വെറുതെ വിടാൻ പറ്റൂല എന്നുള്ളത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള ഗളബ്, അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള ഗൈളാണ്. അതുപോലെ തന്നെ വഗൈളൻ അലൽ കാഫിരീൻ, നിഷേധിച്ചിട്ടുള്ള, കളവാക്കിയിട്ടുള്ള, തിരിഞ്ഞു കളഞ്ഞിട്ടുള്ള, നിഷേധിച്ചിട്ടുള്ള, കളവാക്കിയിട്ടുള്ള ആളുകൾ, അവരോടുള്ള ദേഷ്യം കാരണത്താലാണ് നരകം പറയുന്നത്. ഇനിയുണ്ടോ ഇത്തരക്കാരെ എനിക്ക് തരൂ, ഇത്തരക്കാരെ എനിക്ക് തരൂ. അവസാനം അതിന്റെ കൊതി തീരാതിരിക്കുമ്പോ, അതിന്റെ ആ കലിപ്പ് തീരാതിരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? അവസാനം നരകം അതെത്ര കൊടുത്താലും കൂടുതൽ ചോദിക്കുക ചെയ്യണത്. ആ സമയത്ത് അള്ളാഹു തന്റെ ഖദം, അള്ളാഹുവിന്റെ ഖദമ്, അള്ളാഹ്ക്ക് ഖദമുണ്ട്, ഹദീസുകളിൽ വന്നിട്ടുള്ളതാണ്. അത് അള്ളാഹുവിന്റെ മിനസ് സിഫാത്ത് അൽ ഖബരിയ്യ അൽ ദാത്തിയ്യ, അള്ളാഹിന്റെ സത്താപരമായ ഒരു ഗുണവിശേഷമാണ്. അത് അഖ്ബാറുകളിലൂടെ സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു അഖ്ബാറുകളിലൂടെ മാത്രം മനസ്സിലാകുന്ന, ആയത്തുകളിലൂടെ, ഹദീസുകളിലൂടെ, പ്രമാണങ്ങളിലൂടെ മാത്രം സ്ഥിരപ്പെടുന്ന, അല്ലാതെ ഒരു നിലക്കും നമ്മൾ ബുദ്ധിയോണ്ട് ആലോചിച്ചാലൊന്നും എത്തിപ്പെടാൻ പറ്റിയതല്ല. അങ്ങനെയുള്ള സുഫാത്തുകളിൽ പെട്ടിട്ടുള്ള മിനസ് സുഫാത്തി ദാത്തിയ്യത്തിൽ ഖബരിയ്യ, അതിൽപ്പെട്ടതാണ് അൽ ഖദം. അള്ളാഹുവിന്റെ ഖദമുണ്ട് എന്നുള്ളത്. അള്ളാഹു അവന്റെ ഖദമെന്ന് പറഞ്ഞാൽ കാൽപാദത്തിനാണ് പറയാ. ആ കാൽപാദം നരകത്തിന്റെ മുകളിൽ അങ്ങോട്ട് വെക്കും. അള്ളാഹു കാൽപാദം നരകത്തിന് മേന്തി വെച്ചാൽ അപ്പോ നരകം അങ്ങോട്ട് സങ്കോചിക്കും, അത് പരസ്പരം അങ്ങോട്ട് ചുരുങ്ങും. എന്നിട്ട് പറയും ഖത്തിൻ ഖത്തിൻ, മതി മതി. അതല്ലാതെ മനുഷ്യരെ അല്ലെങ്കിൽ ജിന്നുകളെ അതിലേക്ക് കൂട്ടം കൂട്ടമായി എത്ര ഇട്ടുകൊടുക്കും തോറും അതിന്റെ ആർത്തി കൂടുകയാണ്, അതിന്റെ ആ ക്രോധം കൂടുകയാണ്, അതിന്റെ കലിപ്പ് കൂടുകയാണ്. അവസാനം അതിന്റെ കലി തീർക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാദം, അവന്റെ ഖദമ് ആ നരകത്തിനു മേൽ വെക്കുമ്പോൾ അപ്പോഴാണത് പറയുന്നത് ഖത്തിൻ ഖത്തിൻ. ഇതിന് കൊടുത്തുള്ള തഫ്സീർ വായിക്കുമ്പോൾ ക്ലിയർ ആവും. യഖൂലു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. യഖൂലു അതിന്റെ ഫാഇല് അവിടെ ഒരു അല്ലാഹ് എന്നുള്ളതുണ്ട്, അത് മഹ്ദൂഫാണ്. അപ്പൊ യഖൂലുവിന്റെ ഫാഇല് ളമീർ മുസ്തതിറാണ്, തഖ്ദീറുഹു ഹുവ. ആ ളമീർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് മടങ്ങുന്ന, റെഫർ ചെയ്യുന്നത് അള്ളാഹ് എന്ന ഇസ്മുൽ ജലാലയിലേക്കാണ്. അള്ളാഹിനെ കുറിച്ച് എവിടെ പറയുമ്പോൾ സ്വാഭാവികമായും അള്ളാഹുവിന്റെ മഹത്വം ഒന്ന് നമ്മൾ വാഴ്ത്തിയേ പറ്റൂ. അതുകൊണ്ട് തആല, അവൻ ഉന്നതനായിരിക്കുന്നു. ദാത്തൻ വൽ മഅനൻ വസിഫത്തൻ, എല്ലാ അർത്ഥത്തിലും അവൻ ദാത്തുകൊണ്ട് മുഴുവൻ സൃഷ്ടികൾക്ക് ഉപരിയിലാണ്. അവന്റെ സിഫാത്തുകളെല്ലാം ഏറ്റവും മീതയാണ്. ഏതർത്ഥത്തിലെടുത്തു നോക്കിയാലും അവൻ ഉന്നതനാണ്. അങ്ങനെ അത്യുന്നതനായ അവൻ അഥവാ അള്ളാഹു പറയുന്നു മുഖവ്വിഫൻ ലിഇബാദിഹി. ഇത് പറയുന്നത് മുഖവ്വിഫൻ, ആളുകളെ മുൻകൂട്ടി തന്നെ ആ കാര്യം പറഞ്ഞ് ഒന്ന് ഭയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. മനുഷ്യന് നന്നാവാൻ ഈ രണ്ട് വഴിയുള്ളൂ. ഒന്നുകിൽ അത്തഖ്വീഫ്, അതല്ലെങ്കിൽ ഒന്നുകിൽ ഇങ്ങനെ ഭയപ്പെടുത്തണം, അതല്ലെങ്കിൽ അവർക്ക് കിട്ടാനിരിക്കുന്ന നല്ല പ്രതിഫലത്തെക്കുറിച്ച് അവർക്ക് തബ്ശീർ, ബിശാറത്ത് നൽകണം. അപ്പൊ അവർക്ക് കിട്ടാനിരിക്കുന്ന നല്ല കാര്യങ്ങൾ ഓർത്തിട്ട് എന്ത് ചെയ്യാം? അവര് നല്ല കാര്യങ്ങൾ ഓർത്തിട്ട് അതിൽ സമാധാനിക്കാം. അതല്ല എങ്കിൽ ഉണ്ടാകാവുന്ന ഒരു കാര്യം എന്താ ചോദിച്ചാൽ പേടിക്കാൻ. ചിലർ പേടിപ്പിച്ചാൽ, അപ്പോ അള്ളാഹു പേടിപ്പിക്കുക എന്നുള്ളത്, ഇങ്ങനെയുള്ള ഭയാനകമായ കാര്യങ്ങൾ പറയാന്നുള്ളത് അള്ളാഹു അവന്റെ വചനങ്ങളിൽ, അവന്റെ ഗ്രന്ഥങ്ങളിൽ അവൻ കൈക്കൊള്ളുന്ന രീതിയാണ്. അവന്റെ ദൃഷ്ടാന്തങ്ങളിലും അവൻ കൈക്കൊള്ളുന്ന രീതിയാണ്. അവനിറക്കിയ വചനങ്ങളിൽ മാത്രമല്ല, അവനിവിടെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന അവന്റെ പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങളിലും ഇതുപോലെ പ്രതീക്ഷകൾ ഉണർത്തുന്ന ദൃഷ്ടാന്തങ്ങളുണ്ട്. അതുപോലെ തന്നെ ഭയം ജനിപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളുണ്ട്. വമാ നുർസിലു ബിൽ ആയാതി ഇല്ലാ തഖ്വീഫ. പല ദൃഷ്ടാന്തങ്ങളും
നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു കൊണ്ടുവരുന്നത്, അവൻ ആ ദൃഷ്ടാന്തങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്, അത് പ്രകടിപ്പിക്കുന്നത് ഇല്ലാ തഖ്വീഫ, മനുഷ്യരെ പേടിപ്പിക്കാൻ വേണ്ടിയാണ്. പക്ഷെ മനുഷ്യൻ ഇന്നെന്താ വെച്ചാൽ ഇന്ന് അതൊന്നും പേടിക്കല്ല, നമ്മൾ അതിനെയും തോൽപ്പിച്ചു. അത് തോൽപ്പിക്കാൻ പറ്റിയൊരു മുഖ്യമന്ത്രിന്റെ കുറച്ച് പരിവാരങ്ങളുണ്ടെങ്കിൽ അതിനെയും നമ്മൾ തോൽപ്പിച്ച ചരിത്രം നമുക്കുള്ളത്. പിന്നെ ഇവിടെ പേടിക്കണത് എന്ന് മാത്രമല്ല, അതെന്തുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ മനുഷ്യരെ അവർക്ക് കൺകാണുന്ന ദൃഷ്ടാന്തങ്ങൾ അവതരിപ്പിച്ച് അവരെ പേടിപ്പിച്ച് അവരെ സത്യത്തിലേക്ക് വിളിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആ ദൃഷ്ടാന്തങ്ങൾക്കൊക്കെ ഇംഗ്ലീഷിലൊരു വാക്ക് പറഞ്ഞു കൊടുക്കും. ഒന്നുമില്ല, അത് എത്ര പ്രശ്നമാക്കാനൊന്നുമില്ല, അത് പൈപ്പ് സോയിൽ പൈപ്പിംഗ് ആണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണ്, അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലൗഡ് സീഡിംഗ് ആണ്, ഇങ്ങനെ കുറച്ച് ഇംഗ്ലീഷിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും. അപ്പൊ ശാസ്ത്രമാകുമ്പോ പേടിയൊക്കെ മാറി. എന്നാൽ ഇങ്ങനെ ഒരു ശാസ്ത്രം പറഞ്ഞ് പേടി മാറേണ്ടതല്ല. നമ്മളെ കാലിന്റെ ചോട്ടിലുള്ള മണ്ണ് അത് ഉറച്ചു നിൽക്കുന്നില്ല, അത് ദ്രവരൂപത്തിൽ ഒലിച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന് ഇംഗ്ലീഷിലൊരു വാക്ക് പറഞ്ഞ് വിശദീകരിച്ചത് കൊണ്ടായില്ല. അത് അള്ളാഹ് നമ്മെ കാണിപ്പിക്കുന്ന, നമ്മളിൽ ഭയം ജനിപ്പിക്കാൻ വേണ്ടി, നമ്മൾ മടങ്ങാൻ വേണ്ടി അള്ളാഹു കാണിക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ്. അവൻ ഇറക്കിയ വചനങ്ങളിലാകട്ടെ, അവൻ സ്ഥാപിക്കുന്ന, അവൻ ഇവിടെ അവതരിപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങളിലാകട്ടെ, എല്ലാം മനുഷ്യരെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള വചനങ്ങളുണ്ട്, ദൃഷ്ടാന്തങ്ങളുണ്ട്. അപ്പൊ അള്ളാഹു മുഖവ്വിഫൻ ലിഇബാദിഹി, അവന്റെ ഇബാദുകളെ, അടിയാറുകളെ ഭയപ്പെടുത്താൻ വേണ്ടി, അവരിൽ ഭയം ജനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനു വേണ്ടിയിട്ട് ആ കാര്യത്തെക്കുറിച്ചുകൂടെ മുൻകൂട്ടി പറയുന്നത്, പരലോകത്ത് നടക്കാൻ പോകുന്ന ആ കാര്യം മുൻകൂട്ടി അവന്റെ വചനങ്ങളിൽ അള്ളാഹു പറയുന്നത് നമ്മളിൽ ഭയം ജനിപ്പിക്കാൻ വേണ്ടിയാണ്. ഭയം ജനിക്കുന്നത് എന്തിന്? നമ്മൾ മടങ്ങാൻ വേണ്ടിയാണ്, നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയാണ്, നമ്മൾ കൂടുതൽ കൂടുതൽ നല്ലവരായി തീരുന്നതിന് വേണ്ടിയാണ്. എന്താണ് അള്ളാഹു പറയുന്നത്? യൗമ നഖൂലു ലി ജഹന്നം, അന്ന് അഥവാ യൗമുൽ ഖിയാമയിൽ നാം പറയും, ലി ജഹന്നം, ജഹന്നമിനോട് പറയും, ഹലിം തലഅത്തി, നിനക്ക് നിറഞ്ഞുവോ? ഒരുപാട് തന്നല്ലോ, മനുഷ്യരിൽ നിന്ന് ജിന്നുകളിൽ നിന്ന് ഒരുപാട് തന്നല്ലോ, നിന്നെ കത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഹിജാറത്തുകൾ, പാറകൾ യഥേഷ്ടം നിന്നിലേക്ക് ഇട്ടു തന്നല്ലോ. മനുഷ്യരെ കൂട്ടമായിട്ട് സംഘമായി നരകത്തിൽ തള്ളിയില്ലേ? ജിന്നുകളെ സംഘമായി നരകത്തിൽ തള്ളിയില്ലേ? അങ്ങനെ ഓരോ സംഘം വരുമ്പോഴും ആദ്യത്തെ സംഘം രണ്ടാമത് വരുന്ന സംഘത്തെ ശപിച്ചുകൊണ്ടിരിക്കും. അവരങ്ങോട്ടും ഇങ്ങോട്ടും ശപിക്കുകയും തൊഴിക്കുകയും പഴിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് അവിടെ നടക്കാൻ പോണത്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തോട് ചോദിക്കുകയാണ്, വദാലിക മിൻ കസ്റതി മാ ഉൽഖിയ ഫീഹാ, നിറഞ്ഞില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നത് എപ്പോഴാണ് ചോദിക്കുന്നത്? എന്തടിസ്ഥാനത്തിലാണ് ചോദിക്കുന്നത്? വദാലിക്, അത് മിൻ കസ്റ, ആധിക്യത്താലാണ്, മിന്ന് സബബിയാണ്, കസ്റത്ത് കാരണത്താലാണ്, ആധിക്യം കാരണത്താലാണ്. ഏതിന്റെ ആധിക്യം? കസ്റത്തിമ, ഒന്നിന്റെ. ഏതാണ് ഒന്ന്? ഉൽഖിയ ഫിഹ, നരകത്തിൽ എറിയപ്പെട്ടിട്ടുള്ള, നരകത്തിലിട്ടിട്ടുള്ള മനുഷ്യരുടെ, ജിന്നുകളുടെ ആധിക്യം കാരണത്താൽ അള്ളാഹു ചോദിക്കുന്നു, ഇത്രയേറെ പടപ്പുകളെ, അത് മിനൽ ജിന്നതി വന്നാസ്, മനുഷ്യരിൽ നിന്നും അതുപോലെ തന്നെ ജിന്നുകളിൽ നിന്നും ഇത്രയേറെ പടപ്പുകളെ നിനക്കിട്ട് തന്നിട്ടും നിനക്ക് നിറഞ്ഞില്ലേ, മതിയായില്ലേ എന്ന് ചോദിക്കും. വതഖൂലു ഹൽ മിൻ മസീദ്, അപ്പോൾ നരകം പറയും, ഹൽ മിൻ മസീദ്, ഇനി എന്തെങ്കിലും കൂടുതൽ തരാനുണ്ടോ? ഐ ലാ തസാലു തത്ലുബു സിയാദ, എന്ന് വെച്ചാൽ ലാ തസാലു ജഹന്നം, ജഹന്നം ആയിക്കൊണ്ടേയിരിക്കുകയാണ്, ജഹന്നം തുടരുകയാണ്. എന്താണ് ആയിക്കൊണ്ടിരിക്കുന്നത്, തുടരുന്നത്? തത്ലുബു സിയാദ, ഇനിയും വർധനവ് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. തലബ യത്ലുബു, ചോദിക്കുക, ഡിമാൻഡ് ചെയ്യുക. തത്ലുബു, ജഹന്നം ഡിമാൻഡ് ചെയ്യുന്നു. തത്ലുബുവിന്റെ ഒക്കെ ഫാളില് ഹിയ എന്നുള്ള ദമീർ മടങ്ങുന്നത് ജഹന്നമിലേക്കാണ്. ജഹന്നമ മുഅന്നത്താണ്. അത് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്താണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അസ്സിയാദ, സിയാദത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. വർദ്ധനവ് ചോദിക്കുക, ഇത്രയും പോരാ, ഇനിയുണ്ടോ? ആരാണ്? മിനൽ മുജ്രിമീന അൽ ആസീൻ, മിനൽ മുജ്രിമീൻ, കുറ്റവാളികളെ. ജുർമ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റകൃത്യത്തിനാണ് പറയാ.
ജരീമത്ത് കുറ്റകൃത്യം എന്നാണ്. മുജ്രിമുൻ എന്ന് പറഞ്ഞാൽ കുറ്റവാളി എന്നാണ്. അതിന്റെ ബഹുവചനമാണ് മുജ്രിമൂന അല്ലെങ്കിൽ മുജ്രിമീന. ആസുയീൻ, ഉസുയാൻ കാണിക്കുന്ന, മാസിയത്ത് ചെയ്യുന്ന, ധിക്കാരം കാണിക്കുന്ന ആളുകൾ, ധിക്കാരികളായ കുറ്റവാളികളെ അവരിൽ നിന്ന് ഇനിയും എനിക്ക് തരാനുണ്ടോ? ധിക്കാരം കാണിക്കുന്ന കുറ്റവാളികളെ എനിക്ക് ഇത്രയും പോരാ, ഇനിയും വേണം എന്നാണ് നരകം ചോദിക്കുന്നത്. അത് നരകം അങ്ങനെ ചോദിക്കുന്നത് ഗളബനാലാണ്. അവിടെ ഗളബൻ എന്ന് പറയുന്നത് മഫ്ഊലുൻ ലി അജലിഹി എന്നാണ് പറയാ. ഒരു ക്രിയക്ക് 5 തരത്തിലുള്ള മഫ്ഊലുകൾ വരും അറബിയിൽ. മഫ്ഊലു ബിഹി ഉണ്ട്, മഫ്ഊലു മുത്ലഖ് ഉണ്ട്, മഫ്ഊലു ഫീഹി ഉണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മഫ്ഊലുൻ ലി അജലിഹി. ഗളബൻ, കോപം കാരണത്താൽ. ആർക്ക് വേണ്ടിയാണ് നരകം കോപിക്കുന്നത്? ലിറബ്ബിഹ, അതിനെ സൃഷ്ടിച്ച ആ നരകത്തിന്റെ അധിപനായ അള്ളാഹുവിന് വേണ്ടി, റബ്ബിനു വേണ്ടി. വഗൈളൻ അലൽ കാഫിരീൻ, വഗൈളൻ, ക്രോധം കാരണത്താലും. ആരോടുള്ള ക്രോധം? അലൽ കാഫിരീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ അവന്റെ കൽപ്പനാ നിർദ്ദേശങ്ങളെ അതിനെ അവഗണിക്കുകയും തിരിഞ്ഞു കളയുകയും ചെയ്തിട്ടുള്ള, അതിനെ നിഷേധിച്ചിട്ടുള്ള, അതിനെ കളവാക്കിയിട്ടുള്ള കാഫിരീങ്ങൾ, അവരോടുള്ള ക്രോധം കാരണത്താലുമാണ് നരകം ചോദിക്കുന്നത്. ഇത്തരക്കാർ പോരാ, ഇനിയുണ്ടോ? എനിക്കിനിയും വേണം. വഖദ് വഅദഹ അല്ലാഹു മിൽഅഹ, വഖദ് വഅദഹ, അതിനോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വാദന്റെ ഫാഇൽ അല്ലാഹു, അല്ലാഹ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്താണ് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്? വാദന്റെ മഫ്ഊലു ബിഹി, രണ്ടാമത്തെ മഫ്ഊല്. ഒന്ന് ഹ എന്ന് പറയുന്നത് അൽ മഫ്ഊലുൽ അവ്വൽ, ജഹന്നമിനോട് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്താണ് ജഹന്നമിനോട് അല്ലാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്? അത് രണ്ടാമത്തെ മഫ്ഊല്. മിൽ അ, നിറവിൽ നിറച്ചു തരാമെന്ന്. എന്തിനെ നിറക്കാമെന്ന്? മിൽ അഹ, നരകത്തെ നിറക്കാമെന്ന്. അതിനെ അഥവാ നരകത്തെ നിറക്കാമെന്ന് നരകത്തോട് അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ്. എവിടെയാണ് വാഗ്ദാനം ചെയ്ത കാര്യം പറയുന്നത്? എങ്ങനെ നമുക്ക് ആ വിവരം കിട്ടിയത്? ഇതൊന്നും നമുക്ക് ഊഹിച്ചു പറയാവുന്ന കാര്യമല്ലല്ലോ. കമാ ഖാല തആല, അള്ളാഹു പറഞ്ഞതനുസരിച്ചാണ് ആ കാര്യം ഇവിടെ അല്ലാമത്തു സഅദി റഹിമഹുല്ലാ എടുത്തു പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു പറഞ്ഞതനുസരിച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതനുസരിച്ച് നരകത്തിനോട് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു മിൽ അഹ, ആ നരകത്തെ നിറക്കാമെന്ന്. എന്താണ് അള്ളാഹു നരകത്തോട് പറഞ്ഞത്? ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ. ല വല്ലാം ലിതഅകീദ്, ല എന്ന് പറയുന്നത് തഅകീദിനെ ഉദ്ദേശിച്ചിട്ടാണ്. അംലഅന്ന, അംലഉ, മലഅ നിറച്ചു, യംലഉ അതിന്റെ മുളാരി, അതിന്റെ വഹദാൻ മുത്തക്കല്ലിമാണ് അംലഉ, ഞാൻ നിറക്കും. അതിന് പിന്നെ എന്ത് ചെയ്തു? തേക്കീത് ഒന്നും കൂടി ഒരു വട്ടം ലാമ് കൊടുത്ത് തേക്കീത് ചെയ്തതിന് പുറമെ പിന്നെയും തേക്കീത് ചെയ്യാൻ വേണ്ടി നൂനു സഖീല കൊടുത്തു. ലഅംലഅന്ന, ഉറപ്പായും നിശ്ചയമായും ഞാൻ നിറക്കുക തന്നെ ചെയ്യും. ജഹന്നമ, ഏത് നിറക്കും? ജഹന്നമിനെ നിറക്കും. ആരെ കൊണ്ട്? ആരാൽ നിറക്കും? മിനൽ ജിന്നത്തി വന്നാസി അജ്മഈൻ, ജിന്നിൽപ്പെട്ടവര, മനുഷ്യരിൽപ്പെട്ട, ജിന്നുവർഗത്തിൽ നിന്നും മനുഷ്യവർഗത്തിൽ നിന്നും ഉള്ളവരാൽ, അജ്മഈൻ ഒന്നടങ്കം, ജിന്നിൽ നിന്നിൽപ്പെട്ടവരും മനുഷ്യരിൽപ്പെട്ടവരുമായിട്ടുള്ള ആ പടപ്പുകളെ കൊണ്ട് നരകത്തെ ഞാൻ നിറക്കും, നിറക്കന്നെ ചെയ്യും എന്ന കാര്യം അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. അത് നരകത്തിന് അള്ളാഹു കൊടുത്തിട്ടുള്ള വാഗ്ദാനാണ്. അങ്ങനെ നരകം എത്ര കൊടുക്കുമ്പോഴും നരകം പിന്നും ചോദിക്കാണ്, ഹൽ മിൻ മസീദ്, ഹൽ മിൻ മസീദ്, ഹൽ മിൻ മസീദ് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അള്ളാഹു حتى يضع رب العزة عليها قدمه الكريمة المنزه عن التشبيه. حتى يضع വെക്കുന്നത് വരെ, അതുവരെ ഇനിയുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അത് ഹത്താ യളഅ, വെക്കുന്നത് വരെ. വളഅ യളഉ, യളഉവിന്റെ ഫാഇൽ ആരാണ് വെക്കാൻ പോകുന്നത്? റബ്ബാണ്. റബ്ബുൽ ഇസ്സ, ഇസ്സത്തിന്റെ ഉടമയായ, ഇസ്സത്ത് ആരുടേതാണ്? അള്ളാഹിന്റേതാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ റബ്ബുൽ ഇസ്സത്ത് എന്നാണ് പറയാ. ഇസ്സത്ത് പ്രതാപെന്നോ അല്ലെങ്കിൽ അജയ്യത എന്നോ ഒക്കെ നമുക്ക് അതിനു വേണ്ടി പറയാം. അസീസ് എന്നുള്ളത് ചിലപ്പോ അള്ളാഹുൽ ഇസ്സ, അള്ളാഹ് ഇസ്സത്തുള്ളവനാണ്. അതുകൊണ്ട് അള്ളാഹിനെ അസീസ് എന്ന് പറയും. റബ്ബ്, അള്ളാഹിനെ കുറിച്ച് പറയും റബ്ബുൽ ഇസ്സത്താണ് എന്ന് പറയും.
ഇസ്സത്തിന്റെ ഉടമയായിട്ടുള്ള അള്ളാഹു അവൻ വെക്കുന്നു അലൈഹ അലാ ജഹന്നം. എന്താണ് ആ നരകത്തിന്റെ മുകളിൽ അള്ളാഹു വെക്കുന്നത്? ഖദമഹു, അള്ളാഹുവിന്റെ ഖദം. അള്ളാഹുക്ക് ഖദമുണ്ട്, ഹദീസിൽ വന്നതാണ്. അള്ളാഹുവിന്റെ ഖദം അൽ കരീമ, കരീമത്തായിട്ടുള്ള എല്ലാ ആദരവുകളും ബഹുമാനങ്ങളും കൊടുക്കേണ്ട അർഹിക്കുന്ന അള്ളാഹുവിന്റെ ആ വിശുദ്ധമായ ഖദം അള്ളാഹു സുബ്ഹാനഹു വ തആല വെക്കുന്നു. അൽ മുനസ്സഹ അനി തശ്ബീഹ്, അള്ളാഹുവിന്റെ ഖദം എന്ന് പറയുമ്പോ മനസ്സിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കിലോ വരരുത് ഒരു തശ്ബീഹ് വരരുത്. മുനസ്സഹത്താണ്, അത് വിശുദ്ധമാണ്, അത് പരിശുദ്ധമാണ്, അത് മുക്തമാണ്. ഏതിൽ നിന്ന്? അനി തശ്ബീഹ്, സൃഷ്ടികളുടെ ഖദമുകളോട് സാദൃശ്യം ഉണ്ടാകുന്നതിൽ നിന്ന്. തശ്ബീഹ് സാദൃശ്യം, സൃഷ്ടികളുടെ ഖദമുമായിട്ട് അതിന് യാതൊരു ശിബുഹുമില്ല. വാക്ക് നമ്മൾ രണ്ടിനും എന്തെന്ന് പറയുന്നുണ്ട്? മനുഷ്യരുടെ തന്നെ നമ്മൾ ഖദം എന്ന് പറയും, ഖദമുർ റജുലി, ഒരു മനുഷ്യന്റെ കാൽപാദം എന്ന് പറയും. അത് ഭാഷ രണ്ടിനും ഒരുപോലെ പ്രയോഗിക്കുന്നു മാത്രം. അള്ളാന്റെ ഖദമിന് ഖദമുല്ലാ എന്ന് പറയും, മനുഷ്യന്റേതിന് ഖദമുൽ ഇൻസാൻ എന്ന് പറയും. പക്ഷെ അത് തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാദൃശ്യമില്ല. അപ്പൊ ആ സാദൃശ്യത്തിൽ നിന്ന് മുക്തമാണ്, വിശുദ്ധമാണ്, ഒരു സാദൃശ്യവും ഇല്ലാത്തതാണ്. അതാണ് അൽ മുനസ്സഹതു അനി തശ്ബീഹ്, സാദൃശ്യങ്ങളിൽ നിന്ന് സമാനതകളിൽ നിന്ന് തീർത്തും വിശുദ്ധമായിട്ടുള്ള ആദരണീയമായിരിക്കുന്ന ബഹുമാനം കൽപ്പിക്കപ്പെടേണ്ടതായ അള്ളാഹുവിന്റെ ഖദമിനെ അള്ളാഹു വെക്കുന്നു. എവിടെ വെക്കുന്നു? അലൈഹ അലാ ജഹന്നം. ഹത്താ യളഅ റബ്ബുൽ ഇസ്സത്തി അലൈഹ ഖദമഹു. പിന്നെ ആ ഖദമിന് എന്ത് ചെയ്തു? അതിന് നഅത്ത് കൊടുത്തു, അൽ കരീമ. രണ്ടാമത്തെ നഅത്ത് കൊടുത്തു, അൽ മുനസ്സഹ. ആ മുനസ്സഹത്ത് പറയുമ്പോ എന്തിൽ നിന്ന് നസാഹത്ത്, ഏതിൽ നിന്ന് മുക്തവും പരിശുദ്ധവുമാണ്? അനി തശ്ബീഹ്, അള്ളാഹുവിന്റെ പാദം എന്ന് പറയുന്നത് സാദൃശ്യമുണ്ടാകുന്നതിൽ നിന്ന്, സൃഷ്ടികളുടേതിൽ നിന്ന് അതിനൊരു സാദൃശ്യം അതിന് കൽപ്പിക്കാൻ പാടില്ല. അപ്പൊ ഖദം എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഖദം, അള്ളാഹ്ക്ക് ഖദമുണ്ട്, നമ്മൾ ഇസ്ബാത്ത് ചെയ്യുന്നു. കമാ യലീഖു ബിഹി, അള്ളാഹുവിനോട് അവന്റെ മഹത്വത്തോട് നിരക്കുന്ന തരത്തിലാണ്. അതെങ്ങനെയെന്നുള്ളത് ചിന്തിക്കാനോ ചോദിക്കാനോ നമ്മൾ മെനക്കെടണ്ട. അങ്ങനെ ചോദിക്കുക ചിന്തിക്കുക എന്നുള്ളത് സ്വഹാബത്തിന്റെ രീതിയല്ല. കാരണം അത് ചിന്തിക്കാനും അത് മനസ്സിലാക്കാനുമുള്ള ഒരു ബുദ്ധിപരമായ കഴിവ്, അതിനുള്ള ഒരു കപ്പാസിറ്റി അള്ളാഹ് മനുഷ്യന് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും അഷ്റഫുൽ ഖൽഖായിട്ടുള്ള മുഹമ്മദ് നബിയോ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ കൂടെയുള്ള ഏറ്റവും ആദരണീയരായ സ്വഹാബത്തോ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. പിൽക്കാലത്ത് അത് ചോദിക്കാനും അത് അന്വേഷിക്കാനും ചിലർ മുതിർന്നപ്പോ ഇമാമിങ്ങൾ പറഞ്ഞു, അങ്ങനെ അതിനെക്കുറിച്ച് നിങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയെന്ന് ചോദിക്കുന്ന പ്രവണത അത് ബിദ്അത്താണ്. അതാണ് ഇമാം മാലിക് പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു ചിന്ത, അങ്ങനെയുള്ള സൈദ്ധാന്തികം അല്ലെങ്കിൽ ദാർശനികം എന്നൊക്കെ പറയുന്ന ചിന്ത, അങ്ങനെയുള്ള ഒരു ചിന്ത തന്നെ അത് ബിദ്അത്താണ്, മുമ്പില്ലാത്തതാണ്. അതൊരു ഫലം ചെയ്യൂല, അതിനുള്ള കപ്പാസിറ്റി നമുക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ട് അള്ളാഹ് എന്ത് പറഞ്ഞത് അതേപടി സ്വീകരിച്ചു, പറയാത്തതിന്റെ അപ്പുറത്തേക്ക് പോകാതിരിക്കുകയും ചെയ്യുക. അതാണ് ഒരു മുഅ്മിൻ ചെയ്യേണ്ടത്. ഫയൻസവി, അങ്ങനെ അള്ളാഹു അവന്റെ ഖദം ജഹന്നമിനുമേൽ വെച്ചു കഴിഞ്ഞാൽ യൻസവി, അതിങ്ങോട്ട് ചുരുളും. ഇൻസവി, സവ എന്ന് പറഞ്ഞാൽ ചുരുട്ടി കൂട്ടി എന്നാണ്. അത് മുത്തഅദ്ദിയാണ്. ഒരു പേപ്പർ നമ്മളിങ്ങനെ ചുരുട്ടണീന് റോൾ ചെയ്യണീന് എന്ത് പറയും? സവ. ഇന്നല്ലാഹ സവാലിയൽ അർള, ഹദീസിൽ പറഞ്ഞല്ലോ, അള്ളാഹു എനിക്ക് ഭൂമി ഇങ്ങോട്ട് ചുരുട്ടി കാണിച്ചു തന്നു. ഫറഅയ്തു മശാരിഖഹ വമഗാരിബഹ, അപ്പോൾ ഞാൻ ആ ഭൂമിയുടെ കിഴക്കൻ പ്രദേശങ്ങളും പടിഞ്ഞാറൻ പ്രദേശങ്ങളും ഞാൻ കണ്ടു. ഹദീസിൽ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ സവാലിയൽ അർള. അത് ചുരുട്ടി എന്നുള്ളതിന് പകരം അതിനെ നമുക്ക് ലാസിമാക്കണം, അതിനെ ഇൻട്രാൻസിറ്റീവ് ആക്കണം. അപ്പൊ നമ്മൾ എന്ത് പറയും? അതിനെ ഇൻഫാല വസനിലേക്ക് മാറ്റി. ഇഫ്താല ഇൻഫാല, ഈ രണ്ട് വസനുകൾ ലാസിമാക്കാൻ വേണ്ടിയിട്ടാണ് അധികം ഉപയോഗിക്കുക. ഇൻസവ, സവ ഇൻസവ, ഫഅല ഇൻഫാല. ഇൻസവ എന്ന് പറഞ്ഞാൽ അത് സ്വയം ഇങ്ങോട്ട് ചുരുണ്ടു. ഫയൻസവി, അപ്പോൾ നരകം എന്ത് ചെയ്യുന്നു? ചുരുളുന്നു. അപ്പൊ ഇതുവരെ നരകത്തെ പറ്റി പറഞ്ഞപ്പോ മുഅന്നസായിരുന്നല്ലോ, ഇവിടെ എങ്ങനെ മുദക്കറായത് എന്ന് നിങ്ങൾ ചോദിക്കേണ്ടതാണ്. തൻസവി എന്നല്ല പറയേണ്ടത്. ഇവിടെ യൻസവി എന്ന് മുദക്കറാക്കാൻ കാരണം അതിന്റെ ഫാഇല് നരകമല്ല, ബഅ്ളുഹ, നരകത്തിന്റെ ബഅ്ളാണ്. അവിടെ ലഫ്ളിലേക്ക് മടങ്ങി.
നരകം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും ലഫ്ദിന് പ്രാധാന്യം കൊടുത്തു. ബഅദ് എന്നുള്ളത് മുദക്കറാണ്. ബഅദു ഹ എന്ന് പറയുമ്പോ ഹ ജഹന്നം, കണ്ടോ? ആ നരകത്തിന്റെ ഒരു ഭാഗം, ചില ഭാഗങ്ങൾ അലാ ബഅദ് മറ്റു ചില ഭാഗങ്ങളുടെ മേൽ, അഥവാ നരകം പരസ്പരം അതിങ്ങോട്ട് ചുരുണ്ടുകൂടുന്നു, സ്വയം അതിങ്ങോട്ട് ചുരുളുന്നു. അപ്പോ ചില ഭാഗം മറ്റു ചില ഭാഗങ്ങളിലേക്ക് ചുരുളുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അത് സ്വയം ചുരുളുന്നു, ഒരു സ്വയം അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ വൃത്തിയായി. ഫയൻസവി ബഅദുഹ അലാ ബഅദ്, നരകത്തിന്റെ ചില ഭാഗങ്ങൾ മറ്റു ചില ഭാഗങ്ങളിൽ ഇങ്ങോട്ട് ചുരുളുന്നു, സ്വയം ചുരുളുന്നു. അത് വെക്കുന്നതോടുകൂടി അതുവരെ അത് പിളർന്ന് അതിങ്ങനെ അതിന്റെ ആ ഭീഭത്സമായ ആ ഭീകരമായിട്ടുള്ള ദൃശ്യം അതവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആ നരകത്തിനു മീതെ അള്ളാഹു അവന്റെ കദമ് വെച്ചപ്പോൾ ഫയൻസവി ബഅദുഹ അലാ ബഅദ്, അവ സ്വയം ഇങ്ങോട്ട് ചുരുണ്ട് 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 സങ്കോചിച്ചു വരുന്നു. എന്നിട്ട് വതഖൂൽ, അപ്പ നരകം പറയാണ്, വതഖൂലു ജഹന്നം ഖത്ത് ഖത്ത് എന്ന് വായിക്കാം, അല്ലെങ്കിൽ ഖത്തിൻ ഖത്തിൻ. അത് രണ്ട് ലുഗത്താണ്. അറബിക്ക് പല ലുഗത്തുകളുണ്ട്, പല ലഹജത്തുകളുണ്ട്. ചിലതിൽ ഖത്ത് ഖത്ത് എന്ന് പറയും. നമ്മൾ സാധാരണ ഖത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതി എന്ന് പറയുന്നതിനാണ് ഫഖത്ത് എന്ന് നമ്മൾ പ്രയോഗിക്കില്ല. അതൊക്കെ ഇതിൽ നിന്നുണ്ടായത് തന്നെയാണ് ഖത്ത്. പിന്നെ ഈ വാക്ക് വേറെയും പറയും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് എന്താ, തൽബിയത്ത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് മക്കയിലുള്ള മുശ്രിക്കുകൾ ഹജ്ജ് ചെയ്യുന്ന സമയത്ത് അവര് തൽബിയത്ത് ചൊല്ലുമായിരുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ ഇല്ലാ ശരീകൻ ഹുവ ലക, ശിർക്കിന്റെ വാക്കുകൾ ഉച്ചരിക്കും. ശിർക്കിന്റെ വാക്കുകൾ ഉച്ചരിക്കും. അപ്പൊ അത് ആ വാക്ക് എത്തുന്നതിന്റെ മുമ്പ് തൽബിയത്തിൽ വേണ്ട വാക്കുകൾ വരുമ്പോ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന് പറയുമ്പോ നബി അവിടുന്ന് വിളിച്ചു പറയും ഖത്ത് ഖത്ത്, മതി മതി, ഇനി ബാക്കി പറയാതിരുന്നാ എത്ര ഖൈറായിരുന്നു, ഇനി നിങ്ങൾ പറയണ്ട മതി എന്ന്. അവിടെ ഖത്ത് എന്നാണ് ഉപയോഗിച്ച്. എന്ന് പോലെ നരകം പറയാണ് ഖത്ത് ഖത്ത്, അല്ലെങ്കിൽ ഖത്തിൻ ഖത്തിൻ, മതി മതി, ഇനി എനിക്കൊന്നും വേണ്ട. ഖദ് ഇക്തഫൈതു വംതലഅതു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഖദ് ഇക്തഫൈതു, എനിക്ക് മതിയായിട്ടുണ്ട്, എനിക്ക് മതിയായിട്ടുണ്ട്. വംതലഅതു, എനിക്ക് ശരിക്കും വയറ് നിറച്ച് കിട്ടിയിട്ടുണ്ട്, നിറഞ്ഞിട്ടുണ്ട്, ഞാൻ നിറഞ്ഞിട്ടുണ്ട്, എനിക്ക് നിറച്ച് കിട്ടിയിട്ടുണ്ട്, എനിക്ക് മതിയായിട്ടുണ്ട്. അതുവരെ അള്ളാഹു അവന്റെ കദമ് വെക്കുന്നത് വരെ അതിന് മതിയാകുന്നില്ല. അത് ചോദിക്കുന്നത് ഹൽ മിൻ മസീദ്, ഹൽ മിൻ മസീദ് എന്ന് ക്രോധത്തോട് കൂടിയിട്ട് അതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഹത്താ യളഅ അലൈഹാ ഖദമു റബ്ബിൽ ഇസ്സ, അള്ളാഹു അവന്റെ പാദം അതിനുമേൽ വെക്കുന്നു. നരകം പറയുന്നു ഖത്തിൻ ഖത്തിൻ, മതി മതി, ഇക്തഫൈതു വംതലഅതു, എനിക്ക് മതി മതി എന്ന് പറഞ്ഞു. പിന്നെ ഇനി രണ്ടാമത് വായിക്കേണ്ടതില്ലല്ലോ, അത് ക്ലിയർ ആണ്. വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ്, വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ്. അതേ സന്ദർഭത്തിൽ ഉസ്ലിഫത്തിൽ ജന്നത്തു, അസ്ലഫ യുസ്ലിഫു, സുൽഫ, സായി ലാം ഫാ, ഈ മൂന്നക്ഷരം അതിന്റെ മഅന അൽ ഖുർബ്, സാമീപ്യം, അടുപ്പം എന്നൊക്കെയാണ്. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ. മക്ക മുശ്രിക്കുകൾ അവരുടെ ദൈവങ്ങളെ ആരാധിച്ചിരുന്ന പറ്റി പറയുന്നത് എന്താണ്? മാ നഅ്ബുദുഹും, ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂന, അവർ ഞങ്ങളെ അടുപ്പിച്ച് തട്ടുന്നതിന് വേണ്ടി, ഇലല്ലാഹി, അള്ളാഹുവിലേക്ക്. ആ ഖറബ യുഖർരിബു എന്നതിന്റെ മഫ്ഊൽ മുത്ലഖായിട്ട് സുൽഫ എന്നാ ഉപയോഗിച്ചത്, ലഫ്ളിൽ നിന്നല്ല, വഴനമുണ്ട്. അപ്പൊ ഖറബ ഖുർബ് എന്ന് പറയുന്നതിന് തഖരീബൻ, യുഖർരിബൂന തഖരീബൻ എന്ന് പറയുന്നതിനാണ് സുൽഫ എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരും. അപ്പൊ ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ. വഉസ്ലിഫത്തിൽ ജന്നത്തു, അസ്ലഫ അതിന്റെ അഫ്ആല വസൻ എടുത്താൽ അടുപ്പിച്ചു. സലഫ എന്ന് പറഞ്ഞാൽ അടുത്തു എന്നായിരിക്കും. അസ്ലഫ അടുപ്പിച്ചു. ഉസ്ലിഫ അടുപ്പിക്കപ്പെട്ടു. ഉസ്ലിഫത്ത് സ്ത്രീലിംഗമായിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കാരണം ജന്നത്ത് അത് മുഅന്നസാണ്, നരകം മുഅന്നസാണ്, അത് സമാളിയായ നിലക്ക്. ജന്നത്ത് മുഅന്നസാണ്, ഏത് നിലക്ക്? അത് മജാസിയാണ്, താവുത്ത് അനീസ് അതിൽ ചേർത്തിട്ടുണ്ട്, മർബൂത്തായ താ കാണില്ലേ. അപ്പൊ ജന്നത്ത്
ജന്നത്ത് അടുപ്പിക്കപ്പെട്ടു. ആർക്ക് വേണ്ടിയുള്ളതാണ് ജന്നത്ത്? ഇലയിൽ മുത്തഖീങ്ങൾക്ക് വേണ്ടി, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് വേണ്ടി. അത് ഗൈറ ബഈദ്, ഒട്ടും വിദൂരമല്ലാതെ വളരെ അടുത്ത് തന്നെ കാണുന്ന രൂപത്തിൽ അവർക്ക് അനുഭവിക്കാവുന്ന വിധത്തിൽ അവരുടെ അടുത്തെത്തിയിട്ടുണ്ട്. സ്വർഗവും നരകവും എന്നുള്ളത്, അതിനെക്കുറിച്ച് അഹ്ലുസുന്ന വൽ ജമാഅ വിശ്വസിക്കുന്നത് വഹുമാ മഖ്ലൂഖത്താനിൽ ആൻ, സ്വർഗവും നരകവും അതിപ്പോൾ ഉണ്ട്. അത് അള്ളാഹിന്റെ സൃഷ്ടികളാണ്. അതിപ്പോ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ സ്വർഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചിട്ടുണ്ട്. നരകത്തിലെ കാഴ്ചകൾ കണ്ടിട്ടുണ്ട്, സ്വർഗത്തിലെ കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴുള്ളതാണ്. അഹ്ലുസുന്നന്റെ അഖീദ അതാണ്. ഈ ഖിയാമത്ത് നാളില് അള്ളാഹ് പുതുതായി പടക്കാൻ പോകുന്ന കാര്യമല്ല. അത് രണ്ടും സൃഷ്ടികളാണെന്നും അത് സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നും ഇപ്പോൾ അവ നിലനിൽക്കുന്നുണ്ടോ എന്നാണ് പറയുന്നത്. ഇത് ഈ അന്ത്യനാളിൽ നരകം അതിനെ കാണിക്കപ്പെടും. ആ നരകത്തിന്റെ അടുക്കൽ വരാതെ അതിനു മുകളിലൂടെ നടന്നു പോകാതെ ഒരു മനുഷ്യനും, ഏതൊരു മനുഷ്യനും, പിന്നെ സ്വർഗത്തിലേക്ക് എത്തുന്നത് ആര് മാത്രമാണെന്ന് ചോദിച്ചാൽ, സ്വർഗത്തിലേക്ക് എത്തുന്നത് മുത്തഖീങ്ങളായ ആളുകളാണ്. അവര് സ്വർഗത്തിന്റെ മുന്നിൽ ഒരു ഖന്തറയിൽ കൊണ്ടുവന്ന് നിർത്തപ്പെടും. നരകം, ആ നരകത്തിനു മീതെയുള്ള സിറാത്തും കഴിഞ്ഞിട്ട് അവരങ്ങ് പോയി. പിന്നെ ആ അവിശ്വാസികളായ ആളുകൾ നരകത്തിലേക്ക് വീഴ്ത്തപ്പെടുന്നു, അതിലേക്ക് അവരെ എടുത്തെറിയപ്പെടുന്നു. അതേ സന്ദർഭത്തിൽ മുത്തഖീങ്ങളായ ആളുകൾ അവര് സിറാത്തും കഴിഞ്ഞ് അപ്പുറത്ത് പോകുന്നു. പോയിട്ട് അവസാനം സ്വർഗത്തിന്റെ മുന്നിലുള്ള ഒരു ഖന്തറയിൽ നിൽക്കുകയാണ്. അവിടെയുള്ള ഒരു ലോബിയിൽ അവരിങ്ങനെ നിൽക്കുകയാണ്. അവിടുന്ന് അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത് ഏറ്റവും അവസാനം, കാലം കൊണ്ട് ഏറ്റവും അവസാനം വന്ന മുഹമ്മദ് നബിയുടെ ഉമ്മത്താണ് അവിടെ ഏറ്റവും ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക. സ്വർഗം തുറക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുന്നത് വരെ തുറക്കൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ട് സ്വർഗം തുറക്കാൻ ആവശ്യപ്പെടുന്ന സമയത്ത് മലക്ക് പറയും, സ്വർഗം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അതിന്റെ ഏൽപ്പിക്കപ്പെട്ട മലക്ക് പറയും, ബിക ഉമിർത്, താങ്കൾ ആവശ്യപ്പെട്ടാൽ തുറക്കാൻ തന്നെയാണ് എനിക്ക് കൽപ്പന ഉള്ളത്. അങ്ങനെ റസൂലുള്ളാഹിന്റെ ആവശ്യപ്രകാരം റസൂലുള്ള ആവശ്യപ്പെടുന്ന അനുസരിച്ചാണ് തുറക്കുക. ആദ്യം റസൂലുള്ളാഹിന്റെ ഉമ്മത്തുമാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. ആ പ്രവേശിക്കുന്നതിന്റെ മുമ്പ് ആ കന്തറത്തിൽ അവരെ നിർത്തുമ്പോൾ അവിടെ വെച്ച് നടക്കാൻ പോകുന്നത് അവിടെ വെച്ചിട്ട് അവസാനമായ ഒരു സംസ്കരണം ഉണ്ടാവും. അവരുടെ മനസ്സ് ഇങ്ങോട്ട് ശുദ്ധീകരിക്കും, തൻഖിയത്ത് നടത്തും. അവരിങ്ങോട്ട് സംസ്കരിച്ചെടുക്കും. ഒരു വല്ലാത്ത പ്യൂരിഫിക്കേഷനാണ്. അത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ ആ സംസ്കരണത്തെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ മനസ്സിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ചെറിയൊരു കറയോ പകയോ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യും. ദുനിയാവില് ഒരുമിച്ച് ജീവിച്ച പല ആളുകളും ചിലപ്പോ ഒരാളോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീരസം തോന്നിയിട്ടുണ്ടാവും. അവന്റെ ഒരു വാക്കിൽ അല്ലെങ്കിൽ അവരുടെ ഒരു വാക്കിൽ ഒരു നീരസമോ അല്ലെങ്കിൽ ഒരു ചെറിയ പകയോ അല്ലെങ്കിൽ എന്തെങ്കിലോ മനസ്സിൽ ഒരു കറ കിടക്കുന്നുണ്ടെങ്കിൽ ആ കറയെല്ലാം നീക്കം ചെയ്തിട്ട് പൂർണ്ണ വിശുദ്ധി വരുത്തിയതിനു ശേഷം തൻഖിയത്തും തഹ്ദീബും പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമാണ് സ്വർഗത്തിലേക്ക് എടുക്കുക. അവിടെ സലീമായ ഹൃദയത്തോടു കൂടി മാത്രമേ സ്വർഗത്ത് പ്രവേശിക്കൂ. ബാക്കി എന്തെങ്കിലും മനസ്സിൽ ബാക്കിയുണ്ടെങ്കിൽ അതുപോലും ആ കന്തറത്തിൽ വെച്ചിട്ട് ഒഴിവാക്കി ശുദ്ധീകരിച്ചിട്ടാണ് സ്വർഗത്തിനകത്തേക്ക് കയറ്റുക. ആ സ്വർഗം അവർക്ക് കാണിച്ചു കൊടുക്കുന്നു, അടുപ്പിച്ചു കൊടുക്കുന്നു. ഉസ്രിഫത്തിൽ ജന്നത്തുലിൽ മുത്തഖീന ഗൈറ ബഈദ്. അതിന്റെ വിശദീകരണം നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച വായിക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.